ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടെയിൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ്ങിലായിട്ട് 9 വർഷത്തിന് ശേഷം വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ കങ് ആകട്ടെ അവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള വൂ സിയോക്കിന് വേണ്ടിയിട്ട് ഒരു വിഷ് നടത്തുന്നതും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ഫേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങുമ്പോൾ തലേ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുന്നുണ്ട്. ആക്ച്വലി തലേ ദിവസം വൂസിയോക്കാകട്ടെ ഒരു ഫുഡ് കൊടുക്കാനായിട്ട് കങ്ങിനെ വന്ന് കണ്ട് അവർ സംസാരിച്ചെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാണ്ട് സംസാരിക്കാണ്ട് വൂസിയോക്ക് നമ്മുടെ കങ്ങിന്റെ ഇപ്പോഴത്തെ ആ ഒരു സക്സസിൽ അവനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പിറ്റേ ദിവസം കങ് ആകട്ടെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് കങ് ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തെങ്കിലും അവന്റെ ട്രാൻസ്ഫറും മറ്റൊക്കെ ആയിട്ട് അവരുടെ ക്ലബ്ബിൽ നിന്നിട്ട് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ എമൗണ്ട് തന്നെ ക്ലബ്ബ് ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലീഗിന്റെ റൂൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ക്ലബിന് പോലും പരിധിയിൽ വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് ഇങ്ങനെ ചെലവാക്കാനായിട്ട് പാടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ കങ്ങിന്റെ ക്ലബിനെതിരെ ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. സോ അവനങ്ങനെ ചെറുതായിട്ട് ട്രാപ്പ് ആയെങ്കിലും അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് അവൻ അവന്റെ ബെസ്റ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നത്തെ ദിവസം അവന്റെ ഗ്രാൻഡ്മയുടെ ഡെത്ത് ആനിവേഴ്സറി ആണെന്ന് മനസ്സിലാക്കിയിട്ട് അവനിപ്പോൾ നേരെ ഗ്രാൻഡ്മേനെ വിസിറ്റ് ചെയ്യാനായിട്ട് കല്ലറയിലേക്ക് പോകുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ ഇപ്പൊ നമ്മുടെ കങ്ങിന്റെ മരിച്ചുപോയ ഗ്രാൻഡ്മയുടെ കല്ലറയുടെ അവിടെ ഓൾറെഡി നിൽക്കുന്ന വൂ സിയോക്കിനെയാണ് അവൻ കാണുന്നത്. അങ്ങനെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്ന അവർ രണ്ടുപേരും കൂടി പരസ്പരം സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെ തന്നെ ആക്ച്വലി കങ് ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് മിക്കപ്പോഴും ഗ്രാൻഡ്മയുടെ കാര്യങ്ങൾ നോക്കിയതും ഗ്രാൻഡ്മ മരിച്ചപ്പോൾ പോലും ഗ്രാൻഡ്മയുടെ ഒപ്പം ഉണ്ടായിരുന്നതൊക്കെ വൂ സിയോക്കാണെന്നും കങ്ങിനെ എത്താൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ഗ്രാൻഡ്മയുടെ ഒരു കൊച്ചുമകനായി തന്നെ അവൻ ഒപ്പം ഉണ്ടായിരുന്ന കാര്യം കങ് ഇപ്പൊ പറയുന്നുണ്ട്. സോ അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണെങ്കിലും അതിനെ മുതലെടുത്തുകൊണ്ട് റിച്ച് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കങ്ങിന്റെ അടുത്ത് തന്റെ അവസ്ഥ പറഞ്ഞ് താഴ്ത്തപ്പെടാനായിട്ട് വൂ സിയോക്ക് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവൻ കങ്ങിനെ ഇത്രയും നാളും അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നതും. അങ്ങനെ ഇപ്പൊ പരസ്പരം സംസാരിച്ചതിന് ശേഷം കങ് അവന്റെ ആ ഒരു ക്ലബിലത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗുമിഹോയുടെ ആ ഒരു കാർഡ് അവന്റെ കയ്യിൽ നിന്ന് വീഴുന്നത് വൂ സിയോക്ക് ശ്രദ്ധിക്കുന്നത്. സോ ഇത് കാണുമ്പോൾ കങ്ങിനിപ്പോ പെട്ടെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അവൻ വേഗം തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ എടുത്തിട്ട് അവള് പറഞ്ഞതുപോലെ അത് കത്തിച്ച് ഇപ്പോ അവളെ സമ്മൺ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ആകെ അന്തമിട്ട് നിൽക്കുന്ന വൂ സിയോക്കിനെ നമ്മളെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോ അവിടെ എത്തുന്ന ഗുമിഹയുടെ അടുത്ത് നമ്മുടെ കങ് ആകട്ടെ അവന്റെ പേരിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ ഗുമിഹോ അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവളിപ്പോ അവളുടെ പവേഴ്സ് ഉപയോഗിച്ച് ഈ ഒരു ലീഗിനെ തന്നെ ചെയർമാനെ ചെന്ന് കണ്ടിട്ട് കങ്ങിന്റെ ട്രാൻസ്ഫറിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ ശരിയാക്കാനായിട്ട് അയാളോട് പറയുന്ന നിമിഷം തന്നെ അവന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും അതങ്ങനെ സോൾവ് ആയി പോകുന്നുണ്ട്. സോ ഇത് കാണുമ്പോഴാണ് വൂ സിയോക്കിന് കാര്യങ്ങൾ ഏകദേശം പിടി കിട്ടുന്നത്. കൂടാതെ ഈ ഗുമിഹോ എന്ന് പറയുന്നത് ഒരു 9 ടൈൽഡ് ഫോക്സ് ആണെന്നും അവളുടെ അടുത്ത് നമ്മൾ എന്തെങ്കിലും വിഷുകൾ ചോദിക്കുകയാണെങ്കിൽ അവളത് സാധിച്ചു തരുമെന്നും അതിന് പകരം നല്ലൊരു എമൗണ്ട് തന്നെ നമ്മൾ അവൾക്ക് കൊടുക്കേണ്ടി വരുമെന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത് പിന്നീട് നമ്മൾ കാണിക്കുന്നത് എയർപോർട്ടിലേക്ക് തന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി പോകുന്ന കങ്ങിനെയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ ഇപ്പൊ വൂ സിയോക്ക് അവിടേക്ക് എത്തിയിട്ട് അവന്റെ അടുത്ത് ഒരു റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. തനിക്ക് തൻ്റെ ഏറ്റവും വലിയ പാഷനായിട്ടുള്ള ഫുട്ബോൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയണ്ടെന്നും ഒരു നാഷണൽ പ്ലെയർ ആയിട്ട് മാറണമെന്ന് തൻ്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്നും തനിക്ക് ആ ഒരു ഗുമിഹയുടെ അടുത്ത് വിഷ് ചെയ്യാൻ പറ്റുമെന്ന് അവനിപ്പോൾ കങ്ങിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ ഇത് കേൾക്കുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ കങ് ആ ഒരു ഗുമിഹോനെ സമ്മൻ ചെയ്തിട്ട് ഇപ്പൊ അവനും വൂ സിയോക്കും ചെന്നിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. തനിക്ക് അങ്ങനെ ഒരു നാഷണൽ പ്ലെയർ ആവണമെന്നൊക്കെ വൂ സിയോക്ക് അവളുടെ അടുത്ത് ഇപ്പോൾ അവന്റെ റിക്വസ്റ്റ് നടത്തുമ്പോൾ താൻ എപ്പോഴും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ റിക്വസ്റ്റുകൾ മാത്രം ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ എന്നും വൂ സിയോക്കിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥയിൽ അവനെ കൊണ്ട് അത് എന്തായാലും സാധിക്കാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഈ ഒരു വിഷയം ഞാൻ ഒരിക്കലും നടത്തില്ലെന്നും അവള് പറയുമ്പോൾ ഇത് കേൾക്കുന്ന കങ് ആകട്ടെ അവന് വേണ്ടി ഞാൻ തന്നെ പേയ്മെന്റ് ഫുള്ള് നടത്താമെന്ന് വാദിക്കുന്നുണ്ട്. പക്ഷെ കങ് ആകട്ടെ ഈ ഒരു കാര്യം വളരെ ആറ്റിറ്റ്യൂഡിൽ പറഞ്ഞത് വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഗുമിഹോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ആഗ്രഹം ഞാൻ നടത്തി തരാമെന്നും പക്ഷെ അത് എങ്ങനെ നടത്തണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നതെന്നും ഗുമിഹോ അവന്റെ അടുത്ത് പറയും. അവനത് ഓക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ചെയ്ത ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു അതെന്ന് പിന്നീടാണ് അവൻ തിരിച്ച് അറിയുന്നത്. സോ അങ്ങനെ ആ ഒരു മീറ്റിങ്ങിനൊക്കെ ശേഷം ഇപ്പൊ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കങ് ഉള്ള ആ ഒരു ഫ്ലൈറ്റിൽ ഇപ്പൊ പെട്ടെന്ന് ഒരു ടർബ്യൂലൻസ് ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ വൂ സിയോക്കിന്റെ വീട്ടിലും ഇങ്ങനെ എർത്ത് പോലെ കുറെ ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവുന്നതും അവന്റെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും അവന്റെ പേര് എഴുതി വെച്ചിട്ടുള്ള ട്രോഫീസും എല്ലാം തന്നെ ഡിസപ്പിയർ ചെയ്ത് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. സോ ഈ ഒരു സമയത്ത് ആക്ച്വലി അവരുടെ ഫേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടായിരുന്നു. ഇത്രയും നാള് നമ്മുടെ കങ് എത്തിയ അത്രയും വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു പൊസിഷനിലും അവന്റെ പേരിലുണ്ടായിരുന്ന കടകളിലും ഫുഡുകളിലും ഒക്കെ ഇപ്പൊ
വൂസിയോക്കാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ലിയൂൺ എന്ന ബിസിനസ്മാൻ കാരണം ആക്സിഡന്റ് ആയത് വൂസിയോക്കിന് പകരം ഇപ്പതാ അവിടെ ആ ഒരു പൊസിഷനിൽ നമ്മളുടെ കങ്ങ് തന്നെയാണ് എത്തുന്നത്. സോ അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പായി പോയിരിക്കുകയാണ്. നേരത്തെ അവൻ പറഞ്ഞ ആ ഒരു മറുപടി ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതിന്റെ ആ ഒരു ചെറിയ ദേഷ്യത്തിലാണ് നമ്മളുടെ ഗുമിഹോ അവനിട്ട് ഇങ്ങനെ ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ വൂസിയോക്കിന്റെ ആ ഒരു സാധാരണ വീട്ടില് ഉറക്കെ നീക്കുന്ന കങ്ങ് ഇപ്പൊ താൻ എവിടെയാണെന്ന് മനസ്സിലാവാണ്ട് ആകെ ഡെസ്പായി നിൽക്കുമ്പോൾ അവിടേക്ക് ഗുമിഹോ വന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വൈകാതെ നീ മനസ്സിലാക്കുമെന്ന് പറയുന്നുണ്ട്. നേരം തന്നെ വൂസിയോക്ക് നേരത്തെ കങ്ങ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന അതേ പ്ലെയിനില് കങ്ങിന്റെ ഓട്ടോബയോഗ്രഫിക്ക് പകരം സ്വന്തമായിട്ടുള്ള ഓട്ടോബയോഗ്രഫി ബുക്കും കയ്യിൽ പിടിച്ചിട്ട് ഇരിക്കുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലെയറായി മാറിയിട്ടുണ്ടായിരുന്നു. ഇത് നേരം കങ്ങിനെ വീണ്ടും കാണിക്കുകയാണെങ്കിൽ അവൻ ഇപ്പോഴും ഏതവസ്ഥയിലാണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാത്ത അവൻ ഇപ്പോഴും താൻ പണ്ടത്തെ ആ ഒരു ഫേമസ് പ്ലെയർ ആണെന്ന് തെറ്റിദ്ധരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കൂട്ടം പയ്യന്മാര് അവന്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവരൊക്കെ ആരാണെന്ന് അവന് മനസ്സിലായിട്ടില്ലെങ്കിലും നിലവിൽ അവനുള്ള ഫുട്ബോൾ ടീമിലെ മെമ്പേഴ്സാണ് അവരെന്ന് അവരുടെ സംസാരത്തിലൂടെ ക്ലിയർ ആയിരുന്നു. മാത്രമല്ല അവരെല്ലാരും കൂടി ഇപ്പൊ നമ്മളെ കങ്ങനെ പൊക്കിയെടുത്തിട്ട് അവന്റെ അടുത്ത് നീ എന്തിനാണ് കോച്ചിനോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്നും കോച്ചിനോട് പോയിട്ട് സോറി പറയാനോ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതിപ്പോ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാണ്ട് ഇവരാരെയും തിരിച്ചറിയാണ്ട് അവരൊക്കെ ഇനി എങ്ങാനും വേൾഡ് ഫേമസ് ആയിട്ടുള്ള തന്റെ ഫാൻസ് ആണോ എന്ന് തെറ്റിദ്ധരിച്ച് നിൽക്കാണ് നമ്മളുടെ കങ്ങ്. ഇതേ നേരം തന്നെ നമ്മളുടെ ഗുമിഹോനെ കാണാനായിട്ട് ഇപ്പൊ ഒരു വയസ്സായിട്ടുള്ള ഒരാള് അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതാകട്ടെ വലിയൊരു ഡ്രഗ് കമ്പനിയുടെ ചെയർമാൻ ആണെന്ന് മാത്രമല്ല അവളുടെ പണ്ടത്തെ ഒരു ക്ലയന്റ് കൂടെയായിരുന്നു. പക്ഷെ ഇപ്പൊ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അവളെടുത്തൊരു റിക്വസ്റ്റ് ഒന്നും പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല. പക്ഷേ നമ്മളുടെ ഗുമിഹോ എപ്പോഴും പോയിക്കൊണ്ടിരുന്ന ഒരു മ്യൂസിയത്തില് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മരത്തുകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കത്തി അവിടെ നിന്ന് അവരോ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നാണ് ഇപ്പൊ അവൻ വന്ന് അവളെ അറിയിക്കുന്നത്. കാരണം അവൾക്ക് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു ആ ഒരു സ്വേർഡ് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പോഴാണ് അതിന് പുറകിലുള്ള റീസൺ ഇപ്പൊ നമ്മളുടെ ഗുമിഹോ അദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നത്. അതായത് പണ്ട് കാലത്ത് ഇവൾക്ക് ഒരു 9 ടൈൽഡ് ഫോക്സ് തന്നെ ആയിട്ടുള്ള ഒരു സിസ്റ്റർ ഉണ്ടായിട്ടുണ്ടായിരുന്നത് നമ്മൾ കണ്ടിരുന്നല്ലോ. അങ്ങനെ ആ ഒരു ഫോക്സ് ആകട്ടെ കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മനുഷ്യനായി ലാസ്റ്റ് ഒരു മനുഷ്യന്റെ തന്നെ കല്യാണം കഴിച്ച് അങ്ങനെ ജീവിക്കുകയായിരുന്നെങ്കിലും ഫസ്റ്റത്തെ എപ്പിസോഡിൽ ഗുമിഹോ അവളുടെ ഫ്യൂച്ചർ കണ്ടതുപോലെ തന്നെ ജീവിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവുകയും അവളുടെ സിസ്റ്റർ മരിച്ചു പോവാവുന്ന ഒരു അവസ്ഥയിൽ വരെ എത്തിയിട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം നേരിട്ട് കണ്ട് അത് സഹിക്കാൻ പറ്റാത്ത ഗുമിഹോ ആകട്ടെ ഇപ്പൊ നേരിട്ട് ഒരു ബ്ലാക്ക് സ്മിത്തിനെ ഒക്കെ പോയിട്ട് കണ്ടിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കത്തി അവിടെ നിന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നീട് അവൾ ആ ഒരു കത്തി നേരെ തന്നെ അവളുടെ സിസ്റ്ററിന് കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഒരു കത്തി വെച്ചിട്ട് നിന്റെ ഇപ്പോഴത്തെ ഹസ്ബൻഡിനെ കൊന്നുകളയാനും അങ്ങനെ നീ കൊല്ലാണെങ്കിൽ നിനക്ക് ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ നിന്ന് വീണ്ടും തിരിച്ച് ഒരു 9 ടൈൽഡ് ഫോക്സ് ആവാൻ സാധിക്കുമെന്നും പിന്നീട് നീ ഒരിക്കലും ഇത്രയും വേദനകളോ ഭീഷണികളോ അനുഭവിക്കേണ്ടി വരില്ലെന്നും നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാമെന്നും അവൾ പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന അവളുടെ സിസ്റ്റർ ആകട്ടെ അതിന് ഒരു മറുപടി കൊടുക്കാണ്ട് തനിക്ക് വേറൊരു റിക്വസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി മുതല് നീ എന്റെ മുമ്പിലേക്ക് വരരുതെന്നും എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്നാണ് അവളിപ്പോ ഗുമിഹോയുടെ അടുത്ത് പറയുന്നത്. ആക്ച്വലി അത് ഗുമിഹോയുടെ അടുത്ത് അവൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവൾക്ക് അവളുടെ ഹസ്ബൻഡിനെയും അവളുടെ ആ ഒരു ഹ്യൂമൻ ലൈഫിനെയും അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. സോ ആ ഒരു കത്തിയുടെ പുറകിലുള്ള ഫ്ലാഷ് ബാക്ക് അതാണെന്ന് മാത്രമല്ല നമ്മളുടെ ഈ ഒരു ഗുമിഹോനെ കൊല്ലാൻ പറ്റുന്ന ഒരു വെപ്പൺ എന്ന് പറയുന്നത് ഈ ഒരു കത്തി തന്നെ ആയിരുന്നു. ഇതേ നേരം തന്നെ നമ്മുടെ കങ്ങിനെ കാണുകയാണെങ്കിൽ അവന്റെ വീട്ടിലേക്ക് കയറിയ ആ ഒരു പയ്യന്മാര് ഇപ്പൊ നേരെ തന്നെ അവനെ ഇപ്പോഴത്തെ അവരുടെ ആ ഒരു കോച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ആ ഒരു കോച്ചാകട്ടെ ഇഞ്ചോർഡ് ആയ രീതിയിൽ ഇരിക്കുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ കങ്ങാകട്ടെ അവിടേക്ക് ചെന്നിട്ട് എന്താടാ നിനക്ക് സുഖമാണോ, അല്ല നമ്മുടെ നാഷണൽ ടീമിന്റെ കോച്ച് എവിടെയെന്നൊക്കെയാണ് ചോദിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന കോച്ചിന് ഒന്നും കൂടി ദേഷ്യം വരാണ്. ഒന്നാമത് കങ്ങാണ് ഇതിനു മുമ്പ് അവനെ അടിച്ച് ഇങ്ങനൊരു കോലത്തിലേക്ക് ആക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇപ്പോ അവനെ കളിയാക്കുന്ന രീതിയിൽ നാഷണൽ ടീമിന്റെ കോച്ചിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ട് അവനിപ്പോ ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ പാവം നമ്മുടെ കങ്ങിന് അവന്റെ ഫേറ്റ് മാറിപ്പോയ ഒരു കാര്യം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കോച്ചിൽ നിന്നും അവന്റെ ബാക്കിയുള്ള പയ്യന്മാരുടെ അടുത്ത് നിന്നും ഞാൻ ഇപ്പോ വെറും ഒരു 4th ഡിവിഷൻ പ്ലെയർ ആണെന്ന് അറിയുന്നുണ്ടെങ്കിലും അതൊന്നും സീരിയസ് ആക്കിയിട്ട് എടുക്കാണ്ട് അവനിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ ഒരു മ്യൂസിയത്തിലെ സെക്യൂരിറ്റി ക്യാമറയുടെ അടുത്തേക്ക് പോയിട്ട് തലേ ദിവസം ആരെങ്കിലും ഇവിടേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ടോ എന്ന് ഗുമിഹോ ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കുന്ന ഗാർഡ്സിന്റെ മെമ്മറീസ് ഒക്കെ ഇറേസ് ചെയ്യപ്പെട്ട രീതിയിൽ കാണുമ്പോൾ അത് നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്നും എന്തോ പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്നുള്ള കാര്യം അവൾക്ക് വ്യക്തമാകുന്നുണ്ട്. സോ ഈ 9 ടൈൽഡ് ഫോക്സുകളെ കുറിച്ചും ഈ സ്വേർഡിനെ പറ്റിയൊക്കെ അറിയുന്ന ഏതൊരു മനുഷ്യൻ വെറും മനുഷ്യനല്ല, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ എവിടെയൊക്കെയോ കറങ്ങി നടക്കുന്ന കാര്യം മനസ്സിലാക്കുന്ന അവള് അയാളെ എന്ത് വിധത്തിലും കണ്ടുപിടിക്കാൻ തീരുമാനിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ 2 വർഷം മുമ്പ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നുണ്ട്. നേരത്തെ നമ്മുടെ ഗുമിഹോടെ സത്യം മാത്രം പറയാനായിട്ടുള്ള ആ ഒരു പണി കിട്ടിയിട്ടുള്ള ലിയൂണിനെ ഇപ്പൊ അവൻ കിടക്കുന്ന ആ ഒരു ജയിലിൽ
കോളേജിലെ ബാക്കിയുള്ള സെൽമേറ്റ്സ് അവനെ ബുള്ളി ചെയ്യുമ്പോൾ പെട്ടെന്നപ്പോ ഒരാൾ വന്നിട്ട് അവരോട് അത് നിർത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അവരത് കേൾക്കാത്ത സമയത്ത് അവനിപ്പോ എന്തൊക്കെ പവേഴ്സ് വെച്ചിട്ട് അവരെല്ലാരെയും കൺട്രോൾ ചെയ്ത് നിർത്തുന്നുണ്ട്. സോ അതിലൂടെ ഈ 9 ടൈൽഡ് ഫോക്സിനെ പോലെ പവേഴ്സ് ഉള്ള വെറും ഒരു സാധാരണ മനുഷ്യനാണ് അവനെന്ന് ലിയോൺ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ജങ് എന്ന് ആയിരുന്നു. മാത്രമല്ല ഇനി മുതൽ നിനക്ക് എപ്പോഴും സത്യം പറയേണ്ടി വരില്ലെന്നും അവളുടെ ആ ഒരു കോഴ്സ് ഞാൻ ലിഫ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ജങ് ഇപ്പോൾ നമ്മുടെ ലിയോണിന് ഒരു ടേൽസ്മാൻ പോലുള്ളൊരു മന്ത്രം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ പ്രസന്റിലേക്ക് വരുമ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ലിയോണും ജങ്ങും പരസ്പരം കണ്ടുമുട്ടുകയും ഇറങ്ങി അപ്പൊ തന്നെ ജങ് ഇപ്പൊ ലിയോണിനെയും കൂട്ടിയിട്ട് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. കാരണം ജങ്ങിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ 9 ടൈൽഡ് ഫോക്സ് ആയിട്ടുള്ള ഗുമിഹോനെ എങ്ങനെയെങ്കിലും ട്രാപ്പ് ചെയ്ത് അവളെ കൊല്ലണമെന്ന് ആയിരുന്നു. അതിനുവേണ്ടി അവളുടെ പവേഴ്സ് ഒരിക്കലും ഉപയോഗിച്ചിട്ടുള്ള ലിയോണിനെ അവൻ ഒരു ഇരയായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ അവനെ ആ ഒരു റിച്വൽ നടക്കുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു മന്ത്രവാദിനിയായിരുന്ന ജങ് ഇപ്പോൾ വളരെ അപകടകാരിയായിട്ടുള്ള ഒരു പട്ടിയുടെ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് അതിന് നമ്മുടെ ലിയോന്റെ കൈ മുറിച്ച് അവന്റെ ചോര കൊടുത്തതിന് ശേഷം അത് വെച്ചിട്ട് ഈ 9 ടൈൽഡ് ഫോക്സിനെ ട്രേസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇതിന് തന്നെ പാവം നമ്മുടെ കങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ തന്റെ അപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞ് ഏതൊരു അപ്പാർട്ട്മെന്റിലേക്ക് ഇടിച്ചു കയറിയ കുറ്റത്തിന് അവനിപ്പോ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒന്നും മനസ്സിലാവാണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കങ്ങിന്റെ അടുത്തേക്ക് ഗുമിഹോ വന്നിട്ട് നടന്ന കാര്യങ്ങളും അവന്റെയും വൂസിയോക്കിന്റെയും ഫീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ കാര്യമൊക്കെ അവനെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട് ദേഷ്യം വരുന്ന അവൻ നീ എന്താണ് ചെയ്തതെന്നും എത്രയും വേഗം കാര്യങ്ങൾ ബാക്കിലേക്ക് ആക്കാനും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾ ഇപ്പോഴും ഓരോ ആഗ്രഹങ്ങളിൽ നടത്തുന്നത് പൈസയ്ക്ക് വേണ്ടിയാണെന്നും പക്ഷെ ഇപ്പോ അതിന് വേണ്ട പൈസയൊന്നും നിന്റെ കയ്യിൽ ഇല്ലെന്നും അവൾ അവനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അവൻ വൂസിയോക്കിനോടും ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് വൂസിയോക്ക് അവളുടെ ലൈഫ് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ അവൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ ലൈഫ് പഴയതുപോലെ ആക്കി തരാമെന്ന് അവളിപ്പോ അവന്റെ അടുത്ത് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവൾ അവളുടെ മാജിക് വെച്ചിട്ട് ഇപ്പോ തങ്ങിനെ അവന്റെ ആ ഒരു പണ്ടത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ഇപ്പൊ വൂസിയോക്കാണ് നിൽക്കുന്നത്. ആ ഒരു വീടിനുള്ളിൽ മുഴുവനും വൂസിയോക്കിന്റെ മേലുള്ള പ്രൈസുകളും അവന്റെ ട്രോഫീസും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഗുമിഹോ വൂസിയോക്കിന്റെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ, തന്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടി, തന്റെ ഏറ്റവും വലിയ പാഷൻ, തന്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ആ ഒരു സന്തോഷത്തിലിരിക്കുന്ന വൂസിയോക്കിനെ കങ്ങനെ കാണിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് അവന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നീ പറഞ്ഞ വിഷയം എനിക്ക് സാധിച്ചു തരാൻ കഴിയില്ലെന്നും പക്ഷെ വൂസിയോക്കും നീയും കൂടിയിട്ട് രണ്ടുപേരുടെയും സമ്മതപ്രകാരം നിങ്ങളുടെ ഫേറ്റുകൾ വീണ്ടും മാറ്റണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങളുടെ ഫേറ്റുകൾ പഴയ പോലെ ആക്കുള്ളൂ എന്നും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ വൂസിയോക്ക് ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലെന്നും കൈവന്ന സൗഭാഗ്യം നഷ്ടപ്പെടുത്തുന്നതിനായിട്ട് ആരാണ് ആഗ്രഹിക്കാനും അവളിപ്പോൾ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സോ കാര്യം എത്ര വലിയ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ അത്രയും പൊട്ടൊരവസ്ഥയിൽ നമുക്ക് നല്ലൊരു രീതിയിലേക്ക് ഉയരാൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നഷ്ടപ്പെടുത്താനായിട്ട് ആരും ആഗ്രഹിക്കില്ലല്ലോ. സോ ഈ ഒരു റീസൺ കാരണം കൊണ്ട് വൂസിയോക്കിന്റെ മറുപടി എന്തായിരിക്കുമെന്നും അവൻ താൻ പറഞ്ഞ കാര്യത്തിനോട് സമ്മതിക്കുമെന്നും തന്റെ ഫേറ്റുകൾ വീണ്ടും മാറ്റാനായിട്ട് അവൻ ഓക്കെ ആവുമെന്നും സംശയിച്ച് നിൽക്കുന്ന കങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, അങ്ങനെ എങ്ങനെയാണ് ഇവരുടെ ഫേറ്റുകൾ മാറിപ്പോയതെന്നും ഇനി എങ്ങനെയാണ് അതിനെ തിരിച്ച് റിവേഴ്സ് ആക്കാമെന്നുമാണ് ഇന്നത്തെ എപ്പിസോഡ് കൂടെ നമ്മൾ കണ്ടിരുന്നത്. സോ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് നിങ്ങളുടെ ഫേറ്റ് എക്സ്ചേഞ്ച് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും റെസ്പോൺസൊക്കെ എങ്ങനെയാണെന്ന് കോമൻസ് വഴി ഞങ്ങളെ അറിയിക്കാം കേട്ടോ. സോ എനിവേ, ഇനി ഇവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അടുത്ത എപ്പിസോഡിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.